ജോലി ലഭിക്കുന്നതിൽ റെസ്യൂമുകൾക്കുള്ള പങ്ക് എന്നുള്ളത് വളരെ വലിയത് തന്നെയാണ്. പക്ഷേ റെസ്യൂമെയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏത് രീതിയിലുള്ള റെസ്യൂമുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റുമായും സ്കില്ലുമായും നിങ്ങളുടെ കഴിവിനനുസരിച്ചും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ മേഖലയിലേക്ക് എത്താൻ സഹായിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് തന്നെയാണ്. സോ ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഒബ്വിയസ്ലി ഈ കാര്യം മനസ്സിലാക്കുന്നത് 3 കാര്യങ്ങളിൽ കൂടിയാണ്. അതിൽ ആദ്യത്തേത് റെസ്യൂമെയും കരിക്കുലം വിറ്റെ CV-യും തമ്മിലുള്ള വ്യത്യാസവും, രണ്ടാമത്തത് റെസ്യൂമുകൾ ഏതൊക്കെ രീതിയിലുള്ളതാണ് എന്നുള്ളതും, മൂന്നാമത്തത് ഏത് രീതിയിലുള്ള റെസ്യൂമെയാണ് നിങ്ങൾക്ക് ജോബ് ലഭിക്കാൻ കൂടുതൽ സഹായകരമായിരിക്കുന്നത് എന്നുള്ളതുമാണ്. സോ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കഷൻ മനസ്സിലാക്കേണ്ടത് കരിക്കുലം വിറ്റെ CV-യും റെസ്യൂമെയും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾ പല പ്ലാറ്റ്ഫോമുകളും ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതായി കണ്ടിട്ടുണ്ടാകാം. സോ കരിക്കുലം വിറ്റെ CV എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഒന്നിൽ കൂടുതൽ പേജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. സോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ പ്രൊഫഷണൽ വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, നിങ്ങൾ എടുത്ത പ്രൊജക്ട്സ്, അതോടൊപ്പം പല കാര്യങ്ങളും വളരെ ഡീറ്റെയിലായി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അവസരം കരിക്കുലം വിറ്റെ CV-യിലുണ്ട്. പക്ഷേ റെസ്യൂമെ എന്നുള്ളത് മാക്സിമം 1 അല്ലെങ്കിൽ 2 പേജിൽ ഒതുക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. സോ ഇത് വളരെ ബ്രീഫായി സമ്മറൈസായി നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ചും നിങ്ങളുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും നിങ്ങളുടെ ഒബ്ജക്റ്റീവിനെ കുറിച്ചും നിങ്ങൾ അണ്ടർടേക്ക് ചെയ്ത പ്രൊജക്ട്സിനെ കുറിച്ചൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് റെസ്യൂമെ ഏതൊക്കെ രീതിയിലുണ്ട് എന്നുള്ളതും ഏത് റെസ്യൂമെയാണ് നിങ്ങൾക്ക് നല്ലൊരു ജോബിലേക്ക് എത്താൻ സഹായിക്കുന്നത് എന്നുള്ളത്. സോ ആദ്യത്തെ ടൈപ്പ് ഓഫ് റെസ്യൂമെ എന്നുള്ളത് നിങ്ങൾ കോപ്പി അടിച്ചുണ്ടാക്കുന്ന റെസ്യൂമെയാണ്. സോ നിങ്ങൾ വേറൊരാളുടെ റെസ്യൂമെ നോക്കി അല്ലെങ്കിൽ ആ റെസ്യൂമെയുടെ സോഫ്റ്റ് കോപ്പി വേർഡിലെടുത്ത് പേരും നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രം മാറ്റി ഉണ്ടാക്കിയെടുക്കുന്ന റെസ്യൂമെയാണ്. രണ്ടാമത്തെ റെസ്യൂമെ എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. ഇത് നിങ്ങളല്ല റെസ്യൂമെ ഉണ്ടാക്കുന്നത്, മറിച്ച് വേറൊരാളെ കൊണ്ട് റെസ്യൂമെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളോട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് അവരോട് റെസ്യൂമെ എഴുതാൻ പറയുന്ന കാര്യമാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ റെസ്യൂമെ എഴുതുന്ന വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. അതോടൊപ്പം ഒരു പ്രൊഫഷണലി എക്സ്പേർട്ടൈസ് ഉള്ള ഒരു വ്യക്തിയുമായിരിക്കില്ല. സോ എങ്ങനെയൊക്കെ കുളമാകാൻ സാധ്യതയുണ്ടോ ആ രീതിയിലൊക്കെ ഈ റെസ്യൂമെ കുളമാകും. നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഈ റെസ്യൂമെ എന്നുള്ളത്. സോ ആ റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ നേരത്തെ പറഞ്ഞ 2 സിറ്റുവേഷനിൽ, അതായത് നിങ്ങളൊരു റെസ്യൂമെ അപ്പാടെ കോപ്പി അടിക്കുന്നു, മറ്റത് വേറൊരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. ഈ രണ്ടിലും എഫേർട്ട് അല്പം കുറവായിരിക്കാം, പക്ഷേ അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് എന്നുള്ളത് അത്ര പോസിറ്റീവായിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റെസ്യൂമെയിലേക്ക് വരാം. ആ റെസ്യൂമെ എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണോ, നിങ്ങൾക്ക് ഏത് ജോബിലേക്കാണ് എത്തിച്ചേരേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന റെസ്യൂമെയാണ്. സോ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് റെസ്യൂമെ ഉണ്ടാക്കുമ്പോൾ ആ ജോബിന് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള, അതിന് ആവശ്യമായ കാര്യങ്ങൾ ചേർത്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള റെസ്യൂമെ ആയിരിക്കണം എഴുതുന്നത്. സോ അതിന് അർത്ഥം നിങ്ങൾ റെസ്യൂമെ അതിനനുസരിച്ച് മാറ്റണം, അപ്പാടെ മാറ്റണം, നിങ്ങളില്ലാത്ത കഴിവ് അതിൽ എഴുതണം എന്നല്ല, മറിച്ച് ആ ജോബിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മനസ്സിലാക്കി നിങ്ങളിലുള്ള കഴിവ് ഏതൊക്കെയാണോ അത് തിരിച്ചറിഞ്ഞ് എഴുതി ഉണ്ടാക്കിയെടുക്കുന്ന റെസ്യൂമെയാണ്. ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് റെസ്യൂമെ. ഈ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് റെസ്യൂമെ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ കംപ്ലീറ്റ്ലി AI അല്ല നിങ്ങളുടെ റെസ്യൂമെ ഉണ്ടാക്കേണ്ടത്, മറിച്ച് നിങ്ങൾ റെസ്യൂമെ ഉണ്ടാക്കി AI ടൂൾസ് ഉപയോഗിച്ച് അതിനെ സ്ട്രീം ലൈൻ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഗ്രാമർ മിസ്റ്റേക്സും മറ്റും ഇല്ലാതെ പ്രോപ്പറായി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന റെസ്യൂമെ, അതായിരിക്കും ഒരു പെർഫെക്റ്റ് റെസ്യൂമെ എന്നുള്ളത്. സോ ആ റെസ്യൂമെയിലുള്ള ഫാക്ട്സ് എന്നുള്ളത് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത്, നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത്, അതോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ ആ ജോബുമായി ബന്ധപ്പെട്ട് ഏത് ജോബിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതിനെ മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് റെസ്യൂമെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ റെസ്യൂമെ വിൽ ബി എ പെർഫെക്റ്റ് ഡോക്യുമെൻറ്റ് ദാറ്റ് വിൽ റെപ്രസെൻറ്റ്
എക്സാക്ട്ലി യു. അങ്ങനെയുള്ള റെസ്യൂമെ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ജോബിലേക്ക് എത്താൻ സഹായിക്കും എന്നുള്ള കാര്യമാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് റെസ്യൂമെയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഏത് രീതിയിലുള്ള റെസ്യൂമെയാണ് നിങ്ങളെ ജോബിലേക്ക് എത്താൻ സഹായിക്കുന്നത് എന്ന കാര്യം. ചില കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് ഈ റെസ്യൂമെയിൽ ഫോട്ടോ വേണോ എന്നുള്ളത്. ഫോട്ടോ ആഡ് ചെയ്യാം, നല്ലതാണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, അത് ലിങ്ക്ഡിൻ പോലുള്ള പ്രൊഫഷണലി ആയിട്ടുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്യാം. ഫോട്ടോ വെക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വെക്കുന്ന ഫോട്ടോ അല്ല വെക്കേണ്ടത്, മറിച്ച് കുറേ കൂടി പ്രൊഫഷണൽ ടച്ചുള്ള ഒരു നിങ്ങളെ ഒരു പേഴ്സണാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വളരെ ഫോർമലായിട്ടുള്ള ഒരു ഫോട്ടോ വെക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. സോ ഇതാണ് നമുക്ക് റെസ്യൂമെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ജോബിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു മീഡിയമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ചോദ്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.